ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെ എതിർക്കും. ആര് വർഗീയത പറഞ്ഞാലും, ഏത് സമുദായ നേതാവോ ഏത് രാഷ്ട്രീയ നേതാവോ ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. എന്റെ നാട്ടിൽ പിയാപ്പിളാണ് അല്ലേ? പിയാപ്പിളൻ ആരോടോ ഭാര്യ? ഇത് വിവാഹമാണോ? വ്യഭിചാരമാണ്, സിനയാണ്. അബ്ദുറഹ്മാൻ കല്ലായി എന്ന മുസ്ലിം ലീഗ് നേതാവ് ഇത്രയും വൃത്തികെട്ട പ്രസംഗം നടത്തിയപ്പോൾ ഇത് വർഗീയതയാണെന്ന് സതീശൻ പറഞ്ഞായിരുന്നു. കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ഫ്രോഡ് KM ഷാജി ഇങ്ങനെ പറഞ്ഞപ്പോൾ സതീശന്റെ വായിൽ പഴമായിരുന്നു. SFIയിലും DYFIയിലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. അത് ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണെന്ന് സതീശന് തോന്നാത്തത് എന്താണ്? ഭരണം തിരിച്ചു പിടിക്കാനെയും ഭരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഭരണം പിടിക്കേണ്ടത് സമുദായത്തിന് വേണ്ടിയാണെന്ന് KM ഷാജി പ്രസംഗിച്ചപ്പോൾ സതീശന് വർഗീയതക്കെതിരെ യുദ്ധമൊന്നും വേണ്ടായിരുന്നു. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അമുസ്ലിങ്ങൾക്കിടമില്ലെന്നും അന്ത്യനാളുകളിൽ അവർ സിറാത്ത് പാലം കടക്കില്ലെന്നും അവർ ചെകുത്താൻ്റെ കൂടെ അന്തിയുറങ്ങുന്നവർ ആണെന്നും 5 നേരം നമസ്കരിച്ച് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു മുഅ്മിനായ KM ഷാജിയെ വിജയിപ്പിക്കാൻ എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ നോട്ടീസ് അടിച്ചിറക്കിയ ഷാജി, സുപ്രീം കോടതി വരെ പോയിട്ടും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്ത ഷാജി, ഈ ഷാജിയെയും മുസ്ലിം ലീഗിനെയും സതീശൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബ്ബ് തൻ്റെ ഔദ്യോഗിക വസതിയായ ഗംഗ എന്ന മന്ത്രിമന്ദിരത്തിൻ്റെ പേര് മാറ്റിയപ്പോഴും നിലവിളക്ക് കൊളുത്തുന്നതിൽ നിന്ന് പോലും വഹാബിസം പറഞ്ഞ് മാറി നിന്നപ്പോഴും സതീശൻ എന്തെങ്കിലും വർഗീയത കണ്ടോ? തുർക്കിയിലെ ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ ദേവാലയം മുസ്ലിം പള്ളിയാക്കി മാറ്റിയതിനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രിക പത്രത്തിൽ ലേഖനമെഴുതിയപ്പോൾ സതീശന്റെ വർഗീയ വിരുദ്ധത എവിടെയായിരുന്നു? അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവരൊരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ പതിപ്പായ ജമായത്തെ ഇസ്ലാമിയെ പച്ചയ്ക്ക് ന്യായീകരിക്കുന്ന സതീശന്റെ വർഗീയ വിരുദ്ധത വെറും ഗീർവാണമാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്?